രാഷ്ട്രീയത്തിൽ ആരുടെയും തള്ളിക്കളയാൻ പാടില്ല. എല്ലാവരെയും ആ രീതിയിൽ കാണണം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? സാധ്യതകളുടെ കലയാണ്. ആൻ ആർട്ട് ഓഫ് പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ ചെറിയ പാർട്ടികളെയും വലിയ പാർട്ടികളെയും ഒക്കെ നമ്മൾ അതിന്റെ ഗൗരവത്തിൽ കണ്ടിട്ട് വേണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അതൊന്നും BJP ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം BJPക്ക് ഒരു കാലത്ത് ബാലികേറാ മലയായിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. നിങ്ങൾക്കറിയാം, നാഗാലാൻഡ്, മിസോറാം, മേഘാലയ, ത്രിപുര, ആസാം, എന്താ പറയാ, അരുണാചൽ പ്രദേശൊക്കെ അവിടെ കോൺഗ്രസിന്റെ സർവാധിപത്യമായിരുന്നു. ഇന്ന് അവിടെ എന്താ സ്ഥിതി? ഇന്ന് അവിടെ BJPയുടെ സർവാധിപത്യം, മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും BJP അവിടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവിടുത്തെ ചെറിയ ചെറിയ പ്രാദേശിക പാർട്ടികളുമായി ഫൈറ്റ് ചെയ്തിട്ട് കിട്ടിയ വിജയമാണ്. അതിൽ പലരും ഇന്ന് BJPയുടെ കൂടെ കൂടി. അപ്പൊ എല്ലാ വലുതും ചെറുതുമായ എല്ലാ പാർട്ടികളെയും അതിൻ്റെതായ ഗൗരവത്തിൽ കണ്ടിട്ട് വേണം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ. പിന്നെ ഇവിടെ സലിം മടവൂർ പറഞ്ഞു BJP കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കി. ഞാൻ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്, ഇവിടുത്തെ ഒരു പ്രവർത്തകനാണ്. ഞങ്ങൾ കോഴിക്കോട് ലോക്സഭയിൽ MT രമേശിന് വേണ്ടി 100 ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ എളമരം കരീമിന് വേണ്ടി 500 ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വെച്ചതിന്റെ 5 ഇരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ നഗരം മുഴുവൻ യാത്ര ചെയ്തതാണ് തെരഞ്ഞെടുപ്പ് സമയത്ത്. അവിടെ സുരേഷ് ഗോപി വെച്ചതിനേക്കാൾ ബോർഡ്, അല്ലെങ്കിൽ സുനിൽകുമാർ വെച്ചതിനേക്കാൾ ബോർഡ് ശ്രീ K മുരളീധരൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ബോർഡ് വെച്ചപ്പോ നിങ്ങൾ, അല്ലെങ്കിൽ K മുരളീധരന്റെ ബോർഡ് ഇതൊന്നും പുളിങ്കുരു കൊടുത്തിട്ട് വെച്ചതല്ലല്ലോ. അപ്പൊ അത് രാഷ്ട്രീയത്തിൽ നിങ്ങൾ ബോർഡിനാണ് പൈസ ചെലവാക്കിയതെങ്കിൽ ഞങ്ങൾ പരാതിയില്ല. വെറുതെ വെക്കൂലല്ലോ. ആരാപ്പ ബോർഡ് വെറുതെ വെച്ചു തരുമോ? അല്ല, ബോർഡിന് പൈസ ചെലവാക്കുന്നത് ഞങ്ങൾ എതിരല്ല. ഏത് രീതിയിൽ പോട്ടെ, 4-2 ഫ്ലെക്സിന്റെ എത്ര ഉറുപ്പ്യാവും അറിയോ? 4-2 ഫ്ലെക്സിന് എത്ര പരാതിയില്ല. ഫ്ലെക്സ് വേണ്ട, ഒന്ന് പറയും. 6-4 ഫ്ലെക്സിന്റെ വിലയൊന്ന് പറയും. ഡമ്മി പോസ്റ്റർ ഒരു 2 ലക്ഷം പോസ്റ്റർ അടിക്കാൻ എത്രയാവും? അപ്പൊ അതൊന്നും പറയണ്ട. BJP പണവും നിങ്ങൾ പുളിങ്കുരുവാണ് ചെലവാക്കുന്നെങ്കിൽ ഓക്കെ, എനിക്കൊന്നും പറയാനില്ല. ഈ പൊളിറ്റിക്സിൽ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പണം ചെലവാക്കുന്നുണ്ട്. അത് ഒന്നുകിൽ സ്റ്റേറ്റ് ഫണ്ടഡ് ഇലക്ഷൻ വേണം, അല്ലെങ്കിൽ അതിന് യൂറോപ്പിലൊക്കെ ഉള്ള പോലെ പല നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. അപ്പൊ മാഹിയിൽ പോയാൽ ഒരു പോസ്റ്റർ പോലും ഇല്ല.